ആത്മാവിൻ പുസ്തകത്താളിൽ ഒരു മയിൽ പീലി പിടഞ്ഞു. ഹായ്, നോക്കൂ, അമ്മയും മക്കളും എന്താ ഇവിടെ തന്നെ ഉണ്ട്. ഇന്നും നമ്മൾ കാണുന്ന കാഴ്ച അമ്മ പാല് കൊടുക്കുന്നതാണ്. രാവിലെ അമ്മ ഒരു റൗണ്ടൊക്കെ ചുറ്റിയിട്ട് മക്കളെ വിളിച്ച് പാല് കൊടുക്കുന്ന ഒരു രംഗമാണ് ഞാൻ വരുമ്പോൾ കാണുന്നത്, നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 മുട്ടയും ഒരു വറുത്ത മീനായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഞാൻ നടന്നു വരുന്ന ചെരുപ്പിൻ്റെ ശബ്ദം അമ്മ കേൾക്കുന്നുണ്ട്. മക്കളോട് എന്തായിരിക്കും അമ്മയ്ക്ക് പറയാനുള്ളത്? അമ്മ പറഞ്ഞത് മനസ്സിലായ ഈ ചെറിയ കുട്ടൻ എന്താണ് പറയാൻ നിൽക്കുന്നതെന്നറിയോ? കുഴപ്പമില്ല അമ്മച്ചി, ആരാലും വരട്ടെ, ഞാൻ അകത്തോട്ട് കയറി പോവും. അതുപോലെ പാട്ട് ഉൾപ്പെടുത്തുന്നതും നമ്മുടെ ഫാമിലി ആവശ്യപ്പെടുമ്പോൾ 4 വരി പാടുന്നതാണ്. ഒരുത്തൻ വീണു. അമ്മ മക്കളോട് ചെരുപ്പിന്റെ ശബ്ദം കൂടുന്ന മതി പാല് കുടിച്ചത്, പിന്നെ നിങ്ങൾക്ക് കുടിക്കാം മക്കളെ, അങ്ങോട്ട് മാറിയെല്ലാം പോകാം, അടുത്തോട്ട് ആരാ വരുന്നുണ്ട്, മതി മാറി നിങ്ങൾ. അമ്മ പറഞ്ഞ മനസ്സിലായ കുഞ്ഞൻ അകത്തോട്ട് വലിഞ്ഞു. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല, ചെരുപ്പിന്റെ ശബ്ദം നന്നായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അമ്മ, നമ്മൾ പാല് കുടിക്കുന്നോണ്ടാണ് അങ്ങനെ തോന്നുന്ന. നെല്ലി അമ്മച്ചെ വിടല്ലേ, വരാൻ കണ്ട സമയ എന്തെങ്കിലും ജോലി ചോണ്ടിരിക്കുമ്പോ അമ്മച്ചേ. എന്തിനാ പിള്ളേരെ കൊലവിളി വിളിക്കുന്നത്? ചെരുപ്പിന്റെ ശബ്ദം കേട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ വാ മക്കളെ, ആരും ഓടണ്ട. കഥയറിയാതെന്നു സൂര്യൻ സ്വർണ്ണത്താമരയെ കൈവെടിഞ്ഞു. കഥയറിയാതെന്നു സൂര്യൻ സ്വർണ്ണത്താമരയെ കൈവെടിഞ്ഞു. അറിയാതെ, ആരുമറിയാതെ ചിരിത്തൂകും താരകളറിയാതെ, അമ്പിളിയറിയാതെ, ഇളം തെന്നലറിയാതെ, യാമിനിയിൽ ദേവൻ മയങ്ങി. അങ്ങനെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്തു. ആ അമ്മയെ അതിലൊരു ഓഹരി കഴിച്ചു. അവളുടെ മക്കൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ തുടരാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വെള്ളം കുടിച്ചോ. പിള്ളേർ കുടിക്കില്ല കേട്ടോ, കുടിക്കാറൊന്നും അങ്ങനെ ആയിട്ടില്ല. ആ അമ്മ മാറി നിൽക്കുന്നുണ്ടോ, കുഞ്ഞുങ്ങളെ തൊടാനൊക്കെ വേണ്ടിയിട്ടൊരു ചാൻസ് തരുന്നതാണ് എനിക്ക്. കുട്ടിയൊക്കെ ചെറിയ പേടിയാണ് എന്നോട്, ഞാനെന്നാലും വലിയ കയറി ചെല്ലും കേട്ടോ. ഇതുപോലെ കഴിക്കുന്ന കുട്ടിയെ എന്തിത് ഞാൻ പോന്ന് അമ്മ. എന്ത് മക്കളെ, കഴിച്ചു തീർന്ന തൊടാൻ പറ്റുന്നമ്മ, അതുകൊണ്ട് ഞാനും പോന്നെ. എന്നാ എനിക്കും തൊട്ടൂടെ? എന്ത് പറഞ്ഞ് അമ്മച്ചി തൊട്ടമ്മ? അമ്മച്ചി എന്നെ തൊട്ടോ? ഞാൻ അങ്ങോട്ട് പോയി അവിടെ തൊടാൻ കൊടുക്കില്ലെന്നാണ് പറഞ്ഞ. സുന്ദരൻ ഇത് കഴിച്ചു തീർന്നാ? എന്നാ ഈ മുട്ട കൂടെ കഴിച്ചോ.